ഹായ് കൂട്ടുകാരെ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ അടിച്ചു വാരി തുടയ്ക്കുകയാണ്. അപ്പോൾ എൻ്റെ തുടയ്ക്കുന്ന സ്റ്റിക്ക് പൊട്ടിപ്പോയി. അപ്പോൾ ഇതാ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ്. ഇനിയിപ്പം പുതിയതൊന്ന് വാങ്ങണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാ ഭാഗവും തുടച്ചു. പിന്നെ ഇതാ കുറച്ച് കൂടുതൽ തുണികളുണ്ട്. അത് കഴുകാൻ വേണ്ടിയിട്ട് ആണ്. അത് സോപ്പും പൊടിയിൽ മുക്കി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് ഒരു 10-20 മിനിറ്റ് അത് അങ്ങനെ കിടക്കട്ടെ. അതിന് ശേഷം അത് കഴുകിയെടുക്കണം. ഇത്തിരി കൂടുതൽ തുണിയുണ്ട് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പം നല്ല വെയിലുണ്ട്. ഇപ്പോൾ ഒക്കെ നല്ല മഴയാണല്ലോ. കഴിഞ്ഞ ആഴ്ച എടുത്ത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇത്തിരി ലേറ്റായി. അതാണ്. നല്ല വെയിലുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഈ ആഴ്ച നല്ല മഴയാണ്, കഴിഞ്ഞ ആഴ്ച നല്ല വെയിലാണല്ലോ. ഇനിയിപ്പോൾ എന്താ, ചോറും കറിയൊക്കെ ഉണ്ട്. ഇന്നലത്തെ ചോറും കറിയും എല്ലാം ഉണ്ട്. അപ്പം നമുക്കിന്ന് വെക്കേണ്ട ആവശ്യമില്ല. രാവിലെ ദോശ ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ ഇതാ പാത്രമൊക്കെ കഴുകി ഗ്യാസൊക്കെ തുടയ്ക്കുകയാണ്. ഗ്യാസും കൗണ്ടർ ടോപ്പും എല്ലാം തുടയ്ക്കുകയാണ്. അടുക്കളയൊക്കെ ഞാൻ നേരത്തെ തുടച്ചു. ഈ മേൽഭാഗമൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ തുടച്ച് ക്ലീനാക്കി ഇനി ഇതാ അലക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ തുണിയെല്ലാം കഴുകി കുറേ തുണി ബാക്ക് വശത്തിട്ടു. കുറച്ച് തുണി ഇതാണ്ടാവും മുൻഭാഗത്ത് ഇട്ടിട്ടുണ്ട്. നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലാണ്. ഇനിയിപ്പം കുറച്ച് പണികളും കൂടിയുണ്ട്. ചക്കയുണ്ട്, അത് ചക്കയപ്പം ഉണ്ടാക്കണം. ഇത് രാവിലെ ഞാൻ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണല്ലോ. അപ്പോൾ ഇതാ ചക്കയെല്ലാം ഞാൻ മിക്സിയിൽ അടിക്കുകയാണ്. ചകിണിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഇങ്ങനെ ഒരു രീതിയിൽ അടിച്ചെടുക്കണം. പിന്നെ ഗോതമ്പ് പൊടി, വെല്ലം, പാവ് കാച്ചിയതും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. പ്ലേറ്റിൽ കേട്ടോ, അങ്ങനെയാണ്. പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു, അത് വറക്കാൻ വേണ്ടിയിട്ടാണ്. അത് നന്നാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയാകുമ്പം ഈ മീൻ വറക്കണം. അയല മീനാണ്. അപ്പോൾ അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ അത് സെറ്റാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം ഇങ്ങനെ ഇവിടെ ഇരുന്ന് പേപ്പറൊക്കെ വായിച്ചു. പിന്നെ അപ്പം ഞാൻ ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ കൂടി അപ്പം ഉണ്ടാക്കി. ഓവനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.